എന്നേക്കുമായി പലസ്തീനുകളുടെ കണ്ണീരുണങ്ങുമെന്നും യഹൂദരുടെ സുരക്ഷാഭീതി ശമിക്കുമെന്നും പറയാറായിട്ടില്ലെങ്കിലും ഒരു സമാധാന പദ്ധതി രൂപം കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ മുൻകൈയിൽ തയ്യാറാക്കപ്പെട്ടതെങ്കിലും അറബ് രാജ്യങ്ങളും പിന്തുണയ്ക്കുന്ന പദ്ധതി നടപ്പായാൽ പലസ്തീനുകൾക്കും യഹൂദർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള പുതിയൊരു യുഗത്തിന്റെ ഉദ്ഘാടനമായേക്കാം. ഭീകര പ്രസ്ഥാനമായ ഹമാസിന് ഭരണ പങ്കാളിത്തമില്ലാത്ത പദ്ധതി ഗാസയെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇരവാദത്തിനുള്ള ഷോക്കേസായി ഉപയോഗിക്കുന്നവർക്കും ഇസ്രായേൽ വിരുദ്ധതയാൽ അന്ധരായവർക്കും വോട്ട് രാഷ്ട്രീയക്കാർക്കും ഒഴികെയുള്ള ജനാധിപത്യ ലോകത്തിന് ആശ്വാസകരമായിരിക്കും. വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ സമാധാന പദ്ധതിയിൽ 20 നിർദ്ദേശങ്ങളാണുള്ളത്. വെടിനിർത്തൽ, ബന്ദികളുടെയും തടവുകാരുടെയും മോചനം, ഘട്ടങ്ങളായി ഇസ്രായേൽ സൈന്യത്തിന്റെ പിൻവാങ്ങൽ, അടിയന്തര സഹായങ്ങൾ എത്തിക്കൽ, ഐക്യരാഷ്ട്രസഭ, സന്നദ്ധ സംഘടനകൾ എന്നിവയിലൂടെയുള്ള പുനർനിർമ്മാണം തുടങ്ങിയവ ഇതിലുണ്ട്. ഭരണമാറ്റമാണ് പദ്ധതിയുടെ കാതൽ. ട്രംപ് അധ്യക്ഷനായ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ പോലുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന ബോർഡ് ഓഫ് പീസ് എന്ന അന്താരാഷ്ട്ര സമിതിയുടെ മേൽനോട്ടത്തിൽ ഒരു പലസ്തീൻ സമിതി ഗാസ ഭരിക്കും. ഹമാസിനെ നിരായുധീകരിക്കുകയും സംഘത്തിലുള്ളവർക്ക് പൊതുമാപ്പ് നൽകുകയും ചെയ്യും. ഹമാസ് കേന്ദ്രങ്ങളും ടണലുകളും ഇല്ലാതാക്കി ഗാസയെ പുനർനിർമ്മിക്കും. അമേരിക്ക, അറബ് പ്രാദേശിക പങ്കാളികൾ അടങ്ങുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് പലസ്തീൻ പോലീസിനൊപ്പം സുരക്ഷാ പ്രവർത്തനങ്ങൾ നയിക്കും. ക്രമേണ ഗാസയുടെ ഭരണം പരിഷ്കരിച്ച പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറും. അതോറിറ്റിയുടെ പരിഷ്കാര നിർദ്ദേശങ്ങളും ട്രംപിന്റെ 2020 വികസനത്തിന് സമാധാനം പദ്ധതിയും അടിസ്ഥാനമാക്കി പലസ്തീൻ സ്വയം നിർണയത്തിലേക്കും പരമാധികാര രാഷ്ട്രത്തിലേക്കും നീങ്ങും. നെതന്യാഹു അമേരിക്കൻ പദ്ധതി അംഗീകരിച്ചെങ്കിലും പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും നിർദ്ദേശങ്ങൾ ഹമാസ് പ്രതിനിധികൾക്ക് കൈമാറി. 3-4 ദിവസങ്ങൾക്കകം ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ദുഃഖകരമായ അന്ത്യമാകും ഫലമെന്ന് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിട്ടുമുണ്ട്. 1948 ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച ദുരാഷ്ട്രവാദത്തെ തള്ളിക്കളഞ്ഞ പലസ്തീൻ സംഘടനകളുടെയും അറബ് രാഷ്ട്രങ്ങളുടെയും ചരിത്രപരമായ മണ്ടത്തരം തിരുത്താനുള്ള അവസരമായി പദ്ധതിയെ സ്വീകരിക്കാവുന്നതാണ്. നദി മുതൽ കടൽ വരെ എന്ന മുദ്രാവാക്യം പലസ്തീനുകളും യഹൂദരും ഉപേക്ഷിച്ച് പരസ്പരം അംഗീകരിച്ചാൽ ഏറെ സാധ്യതകളുള്ള പദ്ധതിയാണിത്. 1948 പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് 2 വർഷം മുൻപ് PLO നേതാവ് യാസർ അറാഫത്ത് ഇസ്രായേൽ ഇല്ലാത്ത പലസ്തീനെ സ്വപ്നം കണ്ടുയർത്തിയ മുദ്രാവാക്യമാണ് നദി മുതൽ കടൽ വരെ അഥവാ ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ എന്നത്. ഇതിന് തിരിച്ചടിയായി 1977 ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി കടലിനും ജോർദാനിനും ഇടയിൽ ഇസ്രായേലി പരമാധികാരം മാത്രമേ ഉണ്ടാകൂ എന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നെതന്യാഹു ഇത് ആവർത്തിക്കുകയും ചെയ്തു. പല രാജ്യങ്ങളും നിരോധിച്ച ഈ മുദ്രാവാക്യം ബ്രിട്ടനിലെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഉയർത്തിയതിനാണ് ആന്റി മക്ഡൊണാൾഡ് MPയെ കഴിഞ്ഞ ദിവസം ലേബർ പാർട്ടി പുറത്താക്കിയത്. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ പലസ്തീൻ അനുകൂല റാലിക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. CPM-നും കോൺഗ്രസിനും ഇസ്രായേൽ പ്രശ്നം നിലനിൽക്കണമെന്ന് വാശിയൊന്നും ഉണ്ടാകാനിടയില്ലെങ്കിലും അതിന്റെ പേരിൽ ലഭിക്കാനിടയുള്ള വോട്ടുകൾ ഉപേക്ഷിക്കാനാകില്ല. പലസ്തീൻ പരിഹാരം എന്നതിലുപരി ഇസ്രായേൽ വിരുദ്ധതയുടെ വിൽപ്പന സാധ്യത അവർക്കറിയാം. ഹമാസ് ഇല്ലാത്ത പലസ്തീൻ പരിഹാരത്തിന് പിന്തുണയേറുന്നുണ്ടെന്നത് ആശാവഹമാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന് തിരിച്ചടിയും. തങ്ങൾ വംശഹത്യയാണ് നടത്തുന്നതെങ്കിൽ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ കീഴിലുള്ള പ്രദേശങ്ങളിലും എങ്ങനെയാണ് പലസ്തീനുകൾ സുരക്ഷിതരായി കഴിയുന്നത്? എന്തിനാണ് ഗാസയിലേക്കുള്ള ഓരോ ആക്രമണത്തിനു മുൻപ് പലസ്തീനുകളെ ഒഴിപ്പിക്കുന്നത്? എന്തിനാണ് ഹമാസ് തട്ടിയെടുക്കുന്നതിനിടയിലും പലസ്തീനുകൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഹമാസിനോട് പോരാടുന്നത് ഒഴിച്ചാൽ ലോകത്തൊരിടത്തും ഒരു മുസ്ലിമിനെയും തങ്ങൾ ലക്ഷ്യമിടാത്തത്? നെതന്യാഹു ഉൾപ്പെടെയുള്ള യഹൂദരുടെ ഈ ചോദ്യങ്ങൾക്ക് കൂക്കിവിളി മറുപടിയാകില്ല. ലോകത്തിന്റെ അങ്ങേയറ്റം വരെ ജൂതനും ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളിൽ വംശീയതയുടെ ലക്ഷണങ്ങൾ കാണാത്തവർക്ക് മുന്നിൽ ചോദ്യം ചാകാതെ നിൽക്കും. ഒരു ബോട്ട് യാത്രയുടെ കഥ കൂടി പറയാം. ഗാസയിലെ വേദനിക്കുന്ന മനുഷ്യർക്കുള്ള ഭക്ഷണവും മരുന്നുമായി ഗ്രേറ്റ തുംബർഗ് ഗാസയിലേക്ക് പോയത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഹമാസിന്റെ സഹോദര സ്ഥാപനങ്ങളായ ഇസ്ലാമിക് സ്റ്റേറ്റും ബോക്കോ ഹറാമും ഉൾപ്പെടെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായി നിരവധി രാജ്യങ്ങളിൽ വെടിവെച്ചും കഴുത്തറുത്തും കൊല്ലുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ജന്മനാടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്ത ലക്ഷക്കണക്കിന് ക്രൈസ്തവർക്ക് ആശ്വാസം എത്തിക്കുന്നത് പോയിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീകരർക്കെതിരെ ഗ്രേറ്റ ഒരു വാക്കെങ്കിലും ഉരിയാടുന്നത് കേട്ടവരുണ്ടോ? ഗ്രേറ്റയുടെ ബോട്ടുകളിൽ ഭക്ഷണവും മരുന്നുമാണെങ്കിൽ അതൊഴുകുന്ന കടലിൽ ലിബിയയിലെ സെർത്ത് കടപ്പുറത്ത് ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്ത 20 പേരുടേതുൾപ്പെടെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുടെ ചോരയുണ്ട്. ഗാസയിലെ പലസ്തീനുകളുടെ പലായന കാലത്ത് തന്നെ അസർബൈജാനിൽ നിന്ന് തല്ലി ഓടിക്കപ്പെട്ട അർമേനിയൻ ക്രിസ്ത്യാനികളോട് നിങ്ങൾ ഒരു ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചിട്ടില്ല. നൈജീരിയയിൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്ന ചോര നിങ്ങളുടെയൊക്കെ മൗനം കൊണ്ട് നിലവിളിക്കുകയാണ്. ഗ്രേറ്റയുടേത് ജീവകാരുണ്യ പ്രവൃത്തി തന്നെയാണ്. പക്ഷെ എല്ലാ മനുഷ്യർക്കും അനുവദിച്ചിട്ടില്ലാത്ത ഇത്തരം ജീവകാരുണ്യ ബോട്ടുകൾ മനുഷ്യത്വത്തിന്റെയോ വിശ്വസാഹോദര്യത്തിന്റെയോ തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ടതല്ല എന്ന യാഥാർത്ഥ്യം തുറന്നു പറയേണ്ടതുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വംശവെറിയും മനുഷ്യാവകാശത്തിന്റെയും വിമോചന പോരാട്ടങ്ങളുടെയും മറയിലുള്ള അതിന്റെ പരകായ പ്രവേശവും അവസാനിക്കട്ടെ. ജനാധിപത്യത്തിന്റെയും തീവ്രവാദ പ്രീണനത്തിന്റെയും കൊടി ഒന്നിച്ചു പിടിക്കുന്ന തട്ടിപ്പ് രാഷ്ട്രീയം തുലയട്ടെ. പലസ്തീനുകളും യഹൂദരും പരസ്പരം വെറുക്കേണ്ടവരല്ലെന്ന് ബോധ്യമുള്ള ഒരു തലമുറ ഗാസയിലും വളർന്നു വരട്ടെ. നദി മുതൽ കടൽ വരെ സമാധാനം എത്തട്ടെ. ഗാസയിലെ ഒടുവിലത്തെ സൈത്തുമരവും മണ്ണടിയും മുൻപ് മനുഷ്യരാശി അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കട്ടെ.